എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്രേക്ക് ആൻഡ് പോയിൻ്റിൻ്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാഗങ്ങളാണ്. ബ്രേക്ക് ആൻഡ് പോയിൻ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ബ്രേക്ക് ആൻഡ് പോയിൻ്റ് അഥവാ BP എന്ന് പറഞ്ഞാൽ ലാഭവും നഷ്ടവും ഇല്ലാത്ത പോയിൻ്റാണ് ബ്രേക്ക് ആൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. അതായത് പ്രോഫിറ്റ് ഓർ ലോസ് നില്ലായിട്ടുള്ള പോയിൻ്റാണ് ബ്രേക്ക് ആൻഡ് പോയിൻ്റ് എന്നുള്ളത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മെത്തേഡുകളുണ്ട്. ഒന്ന് ആൾജിബ്രൈക് മെത്തേഡും അതോടൊപ്പം തന്നെ ഗ്രാഫിക് മെത്തേഡും ഉണ്ട്. ഗ്രാഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ആൻഡ് ചാർട്ട് വരക്കുന്ന മെത്തേഡാണ് ഗ്രാഫിക് മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഈ ആൾജിബ്രൈക് മെത്തേഡിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഒരു ഇക്വേഷനാണ് ഇവിടെയുള്ളത്. ബ്രേക്ക് ആൻഡ് പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ. ബ്രേക്ക് ആൻഡ് പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ബ്രേക്ക് ആൻഡ് പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. അതായത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ആണ് എന്ത് കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. അതായത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ക്ലിയർ ആകുന്നതിന് വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കാനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഫിക്സഡ് കോസ്റ്റ് ഉള്ളത് 60,000 ആണ്. ഫിക്സഡ് കോസ്റ്റ് ഉള്ളത് ഇവിടെയുള്ള സെല്ലിംഗ് പ്രൈസ് ഉള്ളത് 15 രൂപയാണ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്നുള്ള. അതുപോലെ തന്നെ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട് 10 രൂപയാണ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് നമ്മളെങ്ങനെയാണ് ബ്രേക്ക് ആൻഡ് പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ഇക്വേഷൻ എഴുതി വെക്കുക. അതായത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ ഇവിടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയായിരിക്കും? 15 മൈനസ് 10 ആയിരിക്കും. അതായത് 5 രൂപയാണ് അത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്നുള്ളത് 5 രൂപയാണ്. ഇനി ബ്രേക്ക് ആൻഡ് പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ നമ്മളിവിടെ എടുത്തെഴുതുക. അതായത് ബ്രേക്ക് ആൻഡ് പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അതായത് 60,000 ഡിവൈഡ് ബൈ 5 12,000 യൂണിറ്റാണ് ബ്രേക്ക് ആൻഡ് പോയിൻ്റ് എന്നുള്ളത്. അതായത് 12,000 യൂണിറ്റിനകത്ത് ലാഭവും നഷ്ടവും ഉണ്ടാവില്ല. ലാഭവും നഷ്ടവും ഇല്ലാത്ത പോയിൻ്റാണത് ബ്രേക്ക് ആൻഡ് പോയിൻ്റ് എന്നല്ല. നമുക്കതൊന്നുകൂടെ കുറച്ചുകൂടെ ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇവിടെ എഴുതാം. അതായത് അറ്റ് 12,000 യൂണിറ്റ് ദർ വിൽ ബി നോ പ്രോഫിറ്റ് നോ ലോസ്. അവിടെ എന്തുണ്ടാവില്ല? ലാഭം ഉണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല. അതായത് 12,000 യൂണിറ്റിനകത്ത് സെയിൽസ് വരുന്നത് എത്രയായിരിക്കും? നമ്മൾ ജസ്റ്റ് അത് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. 12,000 യൂണിറ്റിനകത്ത് സെയിൽസ് വരുന്നത് 15 രൂപ വെച്ചിട്ട് 1,80,000 ആണ്. അതുപോലെ തന്നെ വാരിയബിൾ കോസ്റ്റ് വരുന്നത് വാരിയബിൾ കോസ്റ്റ് എത്രയായിരിക്കും? 12,000. വാരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 രൂപയാണ് വാരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് എന്നുള്ളത്. അതായത് 1,20,000 ആണ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. അപ്പോൾ അതായത് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 60,000 രൂപയാണ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. ആ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കുറക്കുമ്പം കിട്ടുന്നതാണെന്ത്? പ്രോഫിറ്റ് എന്നുള്ളത്. നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരുന്നില്ല? പ്രോഫിറ്റും വരുന്നില്ല, ലോസും വരുന്നില്ല. അപ്പം ആ ഒരു പോയിൻ്റാണ് എന്ത് 12,000 യൂണിറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു കാൽക്കുലേറ്റിൻ്റെ ഇക്വേഷൻ ഒന്ന് കൃത്യമായിട്ട് നോക്കി വെക്കുക. ബ്രേക്ക് ആൻഡ് പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് ബ്രേക്ക് ആൻഡ് പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ എന്നുള്ളത്. അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.